Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now, എന്താണ് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, യുവർ കറന്റ് സിറ്റുവേഷൻ, ആൻഡ് എന്താണ് നിങ്ങൾ ഈ ഒരു സമയം കേൾക്കേണ്ടത്. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, കറന്റ് ഫീലിങ്സ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്. ഓക്കെ, സോ ഈ ഒരു സമയം നിങ്ങൾ ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം സം ടൈം. ഓക്കെ, കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ടൈമിലേക്ക് വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. ഓക്കെ, സോ ഒന്നും സംഭവിക്കുന്നില്ല. ചില കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ വിട്ടുകൊടുത്താലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു നഷ്ടം നിങ്ങൾക്ക് ആക്ച്വലി സംഭവിക്കുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം. ഓക്കെ, ബെറ്റർ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, മേ ബി ഈ ഒരു സമയം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ടൈമിൽ നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ വീണ്ടും ബ്യൂട്ടിഫുൾ ആയിട്ട് റീകണക്ട് ചെയ്യുന്ന ഒരു മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ടൈമിൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ലവ്, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വ്യക്തിയായിരിക്കാം. ഓക്കെ, സോ അതിന്റെ ഒരു ബെസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരു വേർഷനിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്കുള്ള മെസ്സേജ്, ഈ ഒരു സമയം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, ഒരു സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് തന്നെ വിട്ടുകളയുക. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന പ്രോബ്ലംസ്, സിറ്റുവേഷൻസ്, ബ്രേക്കപ്സ് വലിയ കാര്യമായിട്ട് എടുക്കാതിരിക്കാം. ഓക്കെ, ഗോ വിത്ത് ഫ്ലോ, ലെറ്റ് ഗോ ചെയ്യാനുള്ള കറേജ് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. കാരണം ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും. ഓക്കെ, ചില മ്യൂച്വൽ ഫീലിംഗ്സിലേക്ക് നിങ്ങൾ ആക്ച്വലി കണക്ട് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ റൊമാൻറ്റിക് സിറ്റുവേഷൻ, ലവ് സിറ്റുവേഷൻ, റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രോങ് കണക്ഷൻ തോന്നിയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓൾറൈറ്റ്, what you need to hear right now. So ചില യൂണിയൻസ്, ചില എസ്പെഷ്യലി മ്യൂച്വൽ ഫീലിംഗ്സ്, ഹാർമണി, ഐക്യം റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഐക്യം ഉണ്ടാവുന്നുണ്ട്. വിഷ് കം ട്രൂ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അഗൈൻ ഓക്കെ, സ്പിരിച്വൽ യൂണിയൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വെരി സൂൺ നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് യൂണിയൻ. ഓക്കെ, ഒരുപാട് മ്യൂച്വൽ ആയിട്ടുള്ള ഫീലിങ്സ് ആണ് കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ, അവരെ കൂടുതൽ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ മാത്രമായിട്ടുള്ള ടൈം. ഓക്കെ, സോ ഈ ഒരു സമയം നിങ്ങളായിട്ടൊന്നും കൺട്രോൾ ചെയ്യേണ്ട, നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട. ഈ ഒരു സമയം നിങ്ങൾ വിട്ടുകളയേണ്ടതാണെന്നുണ്ടെങ്കിൽ വിട്ടുകളയാം, അല്ലെങ്കിൽ റീകണക്ട് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ പാർട്ട്ണർ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾക്ക് അവരുടെ ഇമോഷൻസ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഗിഫ്റ്റ്, മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓർ മേ ബി നിങ്ങൾ ഓൾറെഡി മാരീഡ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർ മാരേജിന് വേണ്ടിയിട്ട് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫാമിലിയിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് വരുന്നതായിരിക്കാം, നിങ്ങൾ ഒരുമിച്ചിട്ടൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഹോം. ഓൾറൈറ്റ്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ വലിയ ചേഞ്ചസ് ആക്ച്വലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കൈൻഡ് ഓഫ് ബട്ടർഫ്ലൈ ഫോം ആണ്. ഓക്കെ, സോ നിങ്ങൾ ഒരുമിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതുമായിട്ടുള്ള മൊമെന്റ്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രൈസ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, alright, what you need to hear right now. So ഇത് ചില ആളുകൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ആണ്. ഓക്കെ, നിങ്ങൾ ചില സ്പെഷ്യൽ കണക്ഷൻസിൽ യൂണിയൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഡിവൈൻ ഫെമിനിൻ, സ്ട്രോങ് ആയിട്ടുള്ള ഡിവൈൻ ഫെമിനിൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതൊന്നെങ്കിൽ നിങ്ങളായിരിക്കാം, നിങ്ങൾ ഡീൽ ചെയ്യുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഡിവൈൻ ഫെമിനിൻ. ഓക്കെ, what you need to hear right now. നിങ്ങളുടെ ഒരു സ്ട്രഗിൾ, നിങ്ങളുടെ അത്ര കാലത്തൊരു കഷ്ടപ്പാടിനുള്ള ഒരു റിവാർഡ്, ആൻഡ് എന്തിനാണ് നിങ്ങൾ ചില സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുള്ളത്, എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജെന്യൂൻ ആയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ
നിങ്ങൾ മേ ബി ചില കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയുന്ന സമയത്ത് അത് നമ്മളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു പറയല്ലോ. ഓക്കെ, സോ ചിലത് നമ്മളുടെ ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾ ആക്ച്വലി ലൈഫ് ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട് നിങ്ങൾക്ക് അത് വീണ്ടും പോയി കളക്ട് ചെയ്യാൻ. ഒരു സമയത്ത് നിങ്ങൾ വിട്ടു പോയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്ച്വലി അതൊരു റിയൽ ലോസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ മേ ബി നിങ്ങൾ അത്ര ഒരു കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചില കാര്യങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ഡ്രീം ജോബോ നിങ്ങളുടെ പാഷനോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അത്ര ഒരു ഗിവ് അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ അത് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷെ ലൈഫ് നിങ്ങൾക്കത് വീണ്ടും പോയി ഗ്രാബ് ചെയ്യാൻ, വീണ്ടും പോയി അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരികയാണ്, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എസ്പെഷ്യലി നിങ്ങൾക്ക് അത്ര സ്ട്രോങ് കണക്ഷൻ തോന്നിയിട്ടുള്ള പേഴ്സൺ, റിലേഷൻഷിപ്പ്, നിങ്ങളുടെ സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം, ഒരു സ്പിരിച്വൽ യൂണിയൻ, സ്പിരിച്വൽ കണക്ഷൻ. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് എടുക്കുന്നുണ്ട്. മാരേജ് ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നതായിരിക്കാം. മാരേജ് ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ എന്തെങ്കിലും ഇവന്റിന്റെ ഭാഗമായിട്ട്, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇവന്റിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ വീട് മോഡിഫൈ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീടും അറേഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളൊരു ലൈറ്റിന്റെ അണ്ടറിൽ വരാം, ലൈറ്റിന്റെ അണ്ടറിൽ വരിക എന്നൊക്കെ പറയുന്നത് പോലെ കണ്ണുകളും നിങ്ങളിലേക്ക് മാത്രമായിട്ട് പതിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ, വിച്ച് മീൻസ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇവന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ അത്ര ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. സോ നിങ്ങൾ ആക്ച്വലി വേറൊന്നും ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ ആ ഒരു റൊമാൻസ്, ആ ഒരു റിലേഷൻഷിപ്പ് ആക്ച്വലി ഒരു കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അഡ്മയർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ഒരു ഹാപ്പി കപ്പിൾ അല്ലെങ്കിൽ ഒരു പ്ലസന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, റൊമാൻസ്, പാർട്ട്ണർഷിപ്പ് നിങ്ങൾ മാത്രമല്ല അത് നിങ്ങളെ കാണുന്ന ആളുകളെയും ഒരുപാട് അഡ്മയർ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം, എന്ത് ചോയ്സ് എടുക്കണം, എന്തായിരിക്കണം എന്നുള്ളത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾക്ക് അറിയില്ല എന്താണ് ചൂസ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ സ്റ്റക്ക് ആണ്, നിങ്ങൾ ഒരുപാട് ബേർഡൻസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രഷർ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാം. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാം. ഓക്കെ, ആ ഒരു ടൈമിൽ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുക. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടല്ല സംഭവിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു റിയൽ കഷ്ടപ്പാടിലുള്ള ഒരു പ്രതിഫലമാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ലൈഫിലാണെന്നുണ്ടെങ്കിലും ഈവൻ നിങ്ങളുടെ എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള, അതായത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം അതിൽ സംഭവിക്കുന്നത്. ഓക്കെ, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കൂടുന്ന ചില കാര്യങ്ങൾ, ആത്മാഭിമാനം തോന്നുന്ന മൊമെന്റ്സ്, സേഫ് സെക്യൂർ ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ വന്നു, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ വന്നു, അങ്ങനത്തെ ഒരു പാർട്ട്ണർ നിങ്ങൾക്കുണ്ട്, അങ്ങനത്തെ ഒരു ജോബ് നിങ്ങൾക്കുണ്ട്, അങ്ങനത്തെ ഒരു വീട് നിങ്ങൾക്കുണ്ട്, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തൊരു കാര്യം നിങ്ങൾ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് ആത്മാഭിമാനം തോന്നുന്ന ഒരു മൊമെന്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് ആഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആക്ച്വലി ആ ഒരു പ്രൗഡ് മൊമെന്റ്, കോൺഫിഡന്റ്, ഒരു മിസ്സിംഗ് പാർട്ട്, നിങ്ങളുടെ ലൈഫിൽ തോന്നിയിട്ടുള്ള ഒരു മിസ്സിംഗ് പാർട്ടിനും ഒരു കംപ്ലീഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റിയൽ ഹാപ്പിനെസ്. ഓക്കെ, സോ ഈ വീഡിയോ കാണുന്ന ആരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിയൽ ഹാപ്പിനെസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് വെരി സൂൺ. ഓക്കെ, ഇത് ഒരുപാട് ടൈം എടുത്ത് സംഭവിക്കുന്നതല്ല, മേ ബി 2 days. സോ ക്ലെയിം ഇറ്റ്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യം സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ അത്ര ഒരു റിയൽ ഹാപ്പിനെസ്, ആ ഒരു മിസ്സിംഗ് പാർട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്ര ഒരു വാല്യൂ ആയിട്ട് കാണുന്ന ഒരു കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ലൈക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ സംഭവിക്കുന്നുണ്ട്. ആൻഡ് സീ മെമ്മറീസ് ഓഫ് ലവ്. ഓക്കെ, ഇത് മേ ബി വിത്തിൻ എ വീക്ക് ടൈം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് മീ, നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. നോ മാറ്റർ വാട്ട്സ് ദ കറന്റ് സിറ്റുവേഷൻ ഇസ്. ഓക്കെ, നോ മാറ്റർ ലൈക്ക് നിങ്ങൾ അത് സാക്രിഫൈസ് ചെയ്തോ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടോ ഒരു ടൈമില്.
വിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷേ ലൈക്ക് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി, ലൈഫ് നിങ്ങൾക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റിവെക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അത്ര ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് വീണ്ടും ലൈഫ് ഓഫർ ചെയ്യുന്ന സമയത്ത് അതെന്താവും, അതിന്റെ ഫ്യൂച്ചർ എന്താവും, അങ്ങനെയൊന്നും ഓവർ തിങ്ക് ചെയ്യാതെ ആ ഒരു മൊമെന്റിൽ നിങ്ങൾ മാക്സിമം ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണക്ട് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യുക നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഒരു ആ ഒരു കാര്യത്തിനോട്. അത് മേ ബി ഒരു വ്യക്തിയായിരിക്കാം, ഒരു കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾ അത്ര ആഗ്രഹിച്ചുള്ള ഒരു കാര്യമായിരിക്കാം. ആ ഒരു സമയത്ത് നിങ്ങൾ ലൈഫ് അത് ഓഫർ ചെയ്യുന്ന സമയത്ത് അത് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാം, നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾ അത് കണക്ട് ചെയ്യാം. ഓൾറൈറ്റ്, സോ ചില ആളുകള് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഒരു ഫ്ലോ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ വെഹിക്കിൾ വാങ്ങിക്കുന്നതായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾ ജോബിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾ അത് ഡിസേർവ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണം. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈസി ആക്കാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വേണം. എസ്പെഷ്യലി എന്തെങ്കിലും വെഹിക്കിൾ നിങ്ങൾക്ക് വേണം. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു മൂവ്മെന്റ്സ്, നിങ്ങളുടെ ഒരു ഫ്ലോ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു നടത്തം കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടാവുന്നതായിരിക്കാം. എന്തെങ്കിലും ഒരു മേ ബി നിങ്ങൾ ഓൾ ഓഫ് സൈഡ് നിങ്ങളുടെ ഹെൽത്ത് കുറെ ബെറ്റർ ആവുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒട്ടും നടക്കാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു ലൈക്ക് കൈൻഡ് ഓഫ് മിറാക്കിൾ, നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, എവിടേക്കാണോ നിങ്ങൾക്കൊരു ഫ്ലോ ഇല്ലാതെ കിടന്നിട്ടുള്ളത്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, എസ്പെഷ്യലി ഇമോഷൻസ് നിങ്ങൾക്ക് ആക്ച്വലി ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ, റൊമാൻറ്റിക് കോൺവെർസേഷൻ, മ്യൂച്വൽ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഇമോഷൻസ് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാവണം നമ്മുടെ സിറ്റുവേഷൻ എന്താന്നുള്ളത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി പാർട്ട്നേഴ്സ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ്ലി സാക്രിഫൈസ് ചെയ്യാം. ആരെങ്കിലും ലൈഫിൽ ഈ ഒരു സമയം വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാക്രിഫൈസ് ഇറ്റ്, മനസ്സിലാക്കുക അത് ഈ ഒരു മൊമെന്റ് നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യങ്ങള് പഠിപ്പിക്കുന്നുണ്ട്, ഓർ ബെറ്റർ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. ഒന്നും നിങ്ങൾക്ക് അവിടെ നഷ്ടമാവുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ആൻഡ് യു ആർ ക്രിയേറ്റിംഗ് മെമ്മറീസ് ഓഫ് ലവ്. ഓൾറൈറ്റ്, ഇതൊക്കെ മേ ബി വിത്തിൻ എ വീക്സ് ടൈം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ ക്ലെയിം ഇറ്റ്. ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.